വചനം 72 വാക്കർത്ഥം. അതല്ല, ഒരു പക്ഷേ, തസ്അലുഹും നീ അവരോട് ചോദിക്കുന്നുവോ, ഖർജൻ വല്ല പുറപ്പാടും ആദായവും, ഫഖറാജു റബ്ബിക എന്നാൽ നിന്റെ റബ്ബിൻ്റെ പുറപ്പാട് ആദായം, ഖൈറുൻ ഉത്തമമാണ്, കൂടുതൽ നല്ലതാണ്, വഹുവ അവൻ, ഖൈറുർ റാസിഖീൻ ഉപജീവനം അഥവാ ആഹാരം നൽകുന്നവരിൽ ഉത്തമനാകുന്നു. أم تسألهم خرجا فخراج ربك خير وهو خير الرازقين. നബിയെ, ഒരുപക്ഷേ നീ അവരോട് വല്ല പുറപ്പാടും അഥവാ ആദായവും ചോദിക്കുന്നുണ്ടോ? എന്നാൽ നിന്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള പുറപ്പാട് ഏറ്റവും നല്ലതാകുന്നു. അവൻ ഉപജീവനം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവനത്രേ. വചനം 73 വാക്കർത്ഥം. വ ഇന്നക നിശ്ചയമായും നീ, ലതദ്ഉഹും നീ അവരെ ക്ഷണിക്കുന്നു, ഇലാ സിറാത്തിൻ മാർഗത്തിലേക്ക്, മുസ്തഖീം നേരായ ചൊവ്വായ. وإنك لتدعوهم إلى صراط مستقيم. നിശ്ചയമായും നീ അവരെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാകുന്നു. വചനം 74 വാക്കർത്ഥം. വ ഇന്ന നിശ്ചയമായും, അല്ലദീന ലാ യുഅ്മിനൂന വിശ്വസിക്കാത്തവർ, ബിൽ ആഖിറതി പരലോകത്തിൽ, അനിസ്വിറാത്തി മാർഗം വിട്ട്, ലനാകിബൂൻ തെറ്റിപ്പോകുന്നവർ തന്നെയാണ്. وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون. പരലോകത്തിൽ വിശ്വസിക്കാത്തവരാകട്ടെ ആ മാർഗം വിട്ട് തെറ്റിപ്പോകുന്നവർ തന്നെയാണ്. 72 മുതൽ 74 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നബിയെ, അള്ളാഹുവിൻ്റെ ദൗത്യം എത്തിച്ചു കൊടുക്കുന്നതിന് താൻ അവരുടെ പക്കൽ നിന്ന് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുന്നുണ്ടെന്ന കാരണം കൊണ്ടാണോ അവർ വിശ്വസിക്കാതിരിക്കുന്നത്? അല്ല, താൻ അവരിൽ നിന്ന് ഒന്നും ഇച്ഛിക്കുന്നില്ല, അതിന് ആവശ്യവുമില്ല. തനിക്ക് അള്ളാഹുവിങ്കലുള്ള മഹത്തായ പ്രതിഫലം തന്നെ മതി. താൻ അവരെ യാതൊരു വളവും വക്രതയുമില്ലാത്ത നേരായ മാർഗത്തിലേക്ക് തന്നെയാണ് ക്ഷണിക്കുന്നതും. പക്ഷേ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത അവർ ആ സത്യമാർഗത്തിൽ പ്രവേശിക്കുവാൻ ഭാവമില്ലാതെ തെറ്റിപ്പോകുക മാത്രമാണ്.